ഹായ്, ഈ വീഡിയോ വിൻഡോസിലെ ഡിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. സപ്പോസ് സി ഡ്രൈവിൽ സ്പേസ് ഇല്ലെങ്കിൽ അത് കൂട്ടാൻ, അതുപോലെ തന്നെ സ്പേസ് കൂടുതലുള്ളത് നമുക്ക് കുറയ്ക്കാനും ഈ ഡിസ്ക് മാനേജ്മെൻറ്റ് മുഖേന ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സി ഡ്രൈവിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷ്രിങ്ക് ചെയ്യാണ്. ആ ഷ്രിങ്ക് ചെയ്തിട്ടൊരു 2 GB സ്പേസ് നമ്മൾ അതിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ഡ്രൈവ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറെ ഡ്രൈവായിട്ട് അത് മെർജ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളതിന് 2 GB അത് റിലീസ് ചെയ്തു. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ന്യൂ വോളിയം സെറ്റാക്കാം, അതായത് പുതിയൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പുതിയൊരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്നൊരു കണ്ടീഷനിൽ ഇപ്പോൾ നമ്മുടെ സി ഡ്രൈവിൽ സ്പേസ് ഇല്ല. അപ്പോൾ ഒരു ഇതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് അൺഅലോക്കേറ്റഡ് സ്പേസ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്കതിനെ മെർജ് ചെയ്യാൻ പറ്റും. അതായത് സി ഡ്രൈവിലേക്ക് ഈ ഫ്രീ സ്പേസ് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും. അതായത് സി ഡ്രൈവിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് വോളിയം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ സ്പേസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഡി ഡ്രൈവിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്യാം. അത് 3 GB അതിൽ നിന്ന് റിലീസ് ചെയ്യിക്കുന്നു. അപ്പോൾ അത് അലോക്കേറ്റഡ് സ്പേസ് ആയി കാണിക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ അതിന് പുതിയ ഡ്രൈവ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ മെർജ് ചെയ്യിക്കുന്നു. അപ്പോൾ അതാണ് ഡിസ്ക് മാനേജ്മെൻറ്റിൽ ഞാൻ നിങ്ങളോട് പറയാൻ കരുതിയിരിക്കുന്നത്. കൂടാതെ നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനലിൽ ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.